ജാക്ക് എന്ന ചെറുപ്പക്കാരന് കാട് വലിയ ഇഷ്ടമായിരുന്നു. പാർക്കുകളിൽ മറ്റു കുട്ടികളോടൊപ്പം കളിക്കുന്നതിനേക്കാൾ കാട്ടിലെ മരങ്ങളും ശാന്തതയും അവന് മറ്റൊരു ലോകം പോലെ തോന്നി. അവൻ്റെ വിശ്വസ്തനായ നായ മൈലോ എപ്പോഴും അവനോടൊപ്പം ഉണ്ടായിരുന്നു, കാട്ടിൽ ഓടിക്കളിക്കാൻ. പക്ഷേ ജാക്കിൻ്റെ അച്ഛൻ ഏലിയാസിന് കാടെന്നാൽ ഭയമായിരുന്നു. യുവാവായിരുന്നപ്പോൾ ഒരു കരടിയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ട് കാടിനെക്കുറിച്ച് സംസാരം വന്നാൽ തന്നെ അവന് ഒരു പരിഭ്രമമുണ്ടാകും. ഒരു ദിവസം വീട്ടിലെ ഇരിപ്പുമുറിയിൽ ജാക്ക് തൻ്റെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, നാളെ കാട്ടിലേക്ക് പോകാമോ? മൈലോക്കിന് അവിടെ ഓടിക്കളിക്കാൻ വളരെ ഇഷ്ടമാണ്. ഏലിയാസ് ആദ്യം വിസമ്മതിച്ചു. കാട് സുരക്ഷിതമായ സ്ഥലമല്ല ജാക്ക്, പാർക്കിലേക്ക് പോകാം, അതാണ് നല്ലത്. പക്ഷേ ജാക്ക് വിട്ടില്ല. പാർക്ക് ബോറാണ്, അവിടെ ഒരുപാട് ആളുകളും കുട്ടികളുമുണ്ട്. കാട്ടിൽ ശാന്തതയും മരങ്ങളും മാത്രമേ ഉള്ളൂ. മൈലോക്കിനും അവിടം ഇഷ്ടമാണ്. ഒടുവിൽ ജാക്കിൻ്റെ ആവേശവും നിഷ്കളങ്കതയും കണ്ട് ഏലിയാസിൻ്റെ മനസ്സ് മാറി. ശരി, പോകാം, പക്ഷേ കുറച്ചു നേരം മാത്രം. എൻ്റെ കൂടെ തന്നെ ഇരിക്കണം, മനസ്സിലായോ? ജാക്ക് സന്തോഷത്തോടെ തലകുലുക്കി. അടുത്ത ദിവസം ഒരു തെളിഞ്ഞ പ്രഭാതത്തിൽ ജാക്കും ഏലിയാസും മൈലോയോടൊപ്പം കാട്ടിലേക്ക് പോയി. ജാക്കിൻ്റെ അമ്മ റോസ, അവരുടെ അമ്മ ആരോഗ്യ പ്രശ്നം കാരണം മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വന്നിരുന്നു. പോകുന്നതിന് മുൻപ് റോസ പറഞ്ഞു, ജാക്കിനോട് കൊടുത്ത വാഗ്ദാനം ലംഘിക്കരുത്. ഈ യാത്ര അവന് വലിയ പ്രതീക്ഷയാണ്. കാട്ടിലെത്തിയപ്പോൾ ഒരു മരത്തിന്റെ നിഴലിൽ ഇരിക്കാൻ തീരുമാനിച്ചു. ജാക്കും മൈലോയും അവിടെ കളിക്കാൻ തുടങ്ങി. ഏലിയാസ് പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരിക്കെ, ഞാൻ വിറക് ശേഖരിക്കാൻ പോകുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ജാക്കും മൈലോയും അവിടെ ഉണ്ടായിരുന്നില്ല. ഏലിയാസ് ഉച്ചത്തിൽ വിളിച്ചു, ജാക്ക്, മൈലോ. എന്നിട്ടും ഒരു മറുപടിയും വന്നില്ല. അവൻ്റെ ഹൃദയം വേഗത്തിലിടിക്കാൻ തുടങ്ങി. ഏലിയാസ് പോലീസിനെ വിളിച്ചു. കാടിന്റെ സംരക്ഷകർ വന്ന് ഒരു ഞെട്ടിക്കുന്ന വിവരം പറഞ്ഞു. ഈ കാട്ടിൽ കുറച്ചു മാസങ്ങളായി കുട്ടികൾ അപ്രത്യക്ഷമാകാറുണ്ട്. ആരും അവരെ കണ്ടെത്തിയിട്ടില്ല. കുടുംബങ്ങളും പിന്നീട് അപ്രത്യക്ഷമാകുന്നു. ഏലിയാസിന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു, എൻ്റെ മകനെ ഞാൻ കണ്ടെത്തും, എത്ര ദിവസം എടുത്താണെങ്കിലും. ആ രാത്രി റോസ വിളിച്ചപ്പോൾ ഏലിയാസ് കള്ളം പറഞ്ഞു. ജാക്ക് ക്ഷീണിതനായി ഉറങ്ങിപ്പോയി. എല്ലാം ശരിയാണ്, അവളെ വിഷമിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. പക്ഷേ അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു. ഒരു തണുത്ത ശബ്ദം പറഞ്ഞു, നിന്റെ മകനെ ജീവനോടെ വേണമെങ്കിൽ തിരച്ചിൽ നിർത്ത്, പോലീസിനെ വിളിക്കരുത്. ഏലിയാസ് ഞെട്ടി. നീ ആരാണ്? ജാക്ക് എവിടെയാണ്? പക്ഷേ കോൾ കട്ടായി. എന്നിട്ടും ഏലിയാസ് തളർന്നില്ല. അവൻ വീണ്ടും കാട്ടിലേക്ക് പോയി. ഒരു കാടിന്റെ സംരക്ഷകന്റെ വേഷം ധരിച്ച്. അവിടെ പെട്ടെന്ന് മൈലോ ഓടി വന്നു. ജാക്കിന്റെ ഷൂ വായിൽ കടിച്ചു പിടിച്ച്. ഏലിയാസിന്റെ കണ്ണുകൾ നിറഞ്ഞു. ജാക്ക്, നീ ജീവനോടെ ഉണ്ടോ? കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു പഴയ കാരവാൻ കണ്ടു. അവിടെ ഒരു പരിഭ്രാന്തനായ മനുഷ്യൻ, കാർലോസ്, ജാക്കിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഏലിയാസിന് അവനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരവാന് പുറത്ത് ഒരു മരപ്പലക കൊണ്ട് മറച്ച ഒരു രഹസ്യ ബങ്കർ അവൻ കണ്ടെത്തി. ഉടനെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് കാർലോസിനെ കസ്റ്റഡിയിലെടുത്തു. ബങ്കറിൽ കുട്ടികളുടെ വസ്ത്രങ്ങളും ഭക്ഷണവും കിട്ടി. കാർലോസ് അവരെ ഒരു കുടിലിലേക്ക് കൊണ്ടുപോയി. അവിടെ ജാക്ക് ഉൾപ്പെടെ 7 കുട്ടികളെ പോലീസ് കണ്ടെത്തി. അവർക്ക് ശാരീരികമായി ഒരു പരിക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ ആകെ ഭയപ്പെട്ടിരുന്നു. കാർലോസിന്റെ കഥ പോലീസിന് വ്യക്തമായി. 20 വർഷം മുൻപ് അവൻ്റെ മകൻ ഈ കാട്ടിൽ അപ്രതീക്ഷിതമായി. ആ ദുഃഖം അവനെ മാനസിക രോഗിയാക്കി. അവൻ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. അവരെ സംരക്ഷിക്കുന്നു എന്ന് കരുതി അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകി. പക്ഷേ അവരെ കുടുംബങ്ങളിൽ നിന്ന് വേർപെടുത്തി. ഒടുവിൽ ജാക്കും മറ്റു കുട്ടികളും അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി. ഏലിയാസ് റോസയ്ക്ക് ഒരു സന്ദേശം അയച്ചു. ജാക്ക് സുരക്ഷിതനാണ്, നീ വന്ന ശേഷം എല്ലാം പറയാം. വീട്ടിലേക്ക് മടക്കുന്ന വഴി ജാക്കിൻ്റെ കൈ പിടിച്ച് അവൻ പറഞ്ഞു, വീട്ടിലേക്ക് പോകാം.